വേദിയിലും സദസ്സിലുമെല്ലാമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ. ഇത്തരത്തിൽ ഇവിടെ നിന്ന് SNDP യോഗത്തിൻ്റെ ചേപ്പാട് യൂണിയൻ്റെ നേതൃത്വത്തിലും ഈ പ്രദേശത്തു നിന്നുമെല്ലാം ആദ്യമായിട്ടാണ് ഒരു ശിവഗിരി തീർത്ഥാടന പദയാത്ര നടത്തുന്നത് എന്ന് ആദരണീയനായ യോഗം ജനറൽ സെക്രട്ടറി C. വെള്ളാപ്പള്ളി നടേശൻ അവറുകളാണ് എന്നോട് ഫോണിൽ വിളിച്ച് പറയുകയും നിർബന്ധമായും മന്ത്രി ഈ പരിപാടിയിൽ പോയി പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറയുകയും ചെയ്തത്. ഞാൻ അദ്ദേഹത്തിന് അന്നേരം തന്നെ ഉറപ്പ് കൊടുത്തു. പക്ഷേ പിന്നീട് ചില പരിപാടികളെല്ലാം വന്നപ്പോഴേക്കും തീയതികളിലെല്ലാം വലിയ പ്രശ്നമെല്ലാം ഉണ്ടായി. കാനൻ രാജേന്ദ്രൻ്റെ നിര്യാണം, പിന്നെ ചില മീറ്റിങ്ങുകളെല്ലാം മാറിയൊക്കെ വന്നു. അങ്ങനെ 3 മണി എന്നുള്ളത് ഞാൻ ഇടയ്ക്ക് ഇവരോട് പറഞ്ഞു, ചിലപ്പോൾ ഒരു 5 മണി കഴിയുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഇന്നലെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ കൂടി ഞാൻ സലികുമാറിനോട് പറഞ്ഞത് 7 മണിയാകും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ നടത്താൻ കഴിയുമെങ്കിൽ നടത്തുക എന്നുള്ള ഇടത്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ സംഘാടകർ മാത്രമേ കാണത്തുള്ളൂ എങ്കിലും മന്ത്രി വന്നേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു വാചകം പറയുമ്പോൾ പരമാവധി എന്നെക്കൊണ്ട് ഒക്കുന്ന തരത്തിലെങ്കിലും നേരത്തെ വരിക, വീണ്ടും നോക്കുക എന്നുള്ള ഇടത്തിൽ ഓടിയിട്ടാണ് ഒരു 6:15 ഇങ്ങെത്താൻ കഴിഞ്ഞത്. നല്ല സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ. അതുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ. ശിവഗിരി തീർത്ഥാടനം ഏറ്റവും സുപ്രധാനമായ ഒന്നായി. അത് മുൻകൈയെടുത്തത് സാക്ഷാൽ PK ദിവാകര പണിക്കരാണ്. മൂലൂരിൻ്റെ മകനാണ്. കോട്ടയത്തെ നാഗമ്പടം ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ശിവഗിരിയിൽ ഇങ്ങനൊരു തീർത്ഥാടന പരിപാടിയുടെ കാര്യം അവതരിപ്പിക്കുന്നതും സാക്ഷാൽ ദിവാകര പണിക്കരാണ്. ഗുരുദേവൻ ദിവാകര പണിക്കരുടെ അഭിപ്രായത്തിന് അനുവാദം കൊടുക്കുകയും ചെയ്തു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം കൃഷി വകുപ്പ് മന്ത്രിക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചാൽ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ കാര്യത്തിൽ കൃഷി വകുപ്പ് മന്ത്രിക്ക് ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ കൃഷിക്കൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ദിവാകര പണിക്കർ പണ്ട് ഈ അന്നത്തെ കാലത്ത് ഈ ഹൈസ്കൂൾ പഠനമെല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാൻ പോയത് കൃഷിയാണ്. ഔപചാരികമായി കൃഷി പഠിക്കാൻ പോയ ആളാണ് ദിവാകര പണിക്കർ. അന്ന് നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള BSc അഗ്രികൾച്ചർ ഒന്നും ആയിട്ടില്ല. അന്നത്തെ കാലത്ത് കൃഷി പഠിക്കാൻ വേണ്ടിയിട്ട് തിരുവിതാംകൂറിലുള്ള സ്ഥാപനം എന്നത് ആലുവയിലുള്ള കൃഷി പാഠശാലയായിരുന്നു. എറണാകുളം കഴിഞ്ഞാണ് നമ്മൾ ആലുവ എന്ന് പറയുന്നതെങ്കിലും ആലുവ അന്ന് തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ്. നമ്മൾ ഈ അപ്പുറം ഹൈവേ ഇങ്ങനെ പോകുമ്പോൾ അത് കഴിയും കൊച്ചി ഇതെല്ലാം പറയുന്ന കണക്ക് കൂട്ടുമെങ്കിലും ആലുവ കൊച്ചിയുടെ ഭാഗമായിരുന്നില്ല, തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. ആലുവ പാലസിൻ്റെ അല്ലെങ്കിൽ ഇന്ന് PWD ഗസ്റ്റ് ഹൗസായിട്ടിരിക്കുന്ന ആലുവ പാലസിൻ്റെ എതിർവശത്ത് ആറിൻ്റെ അക്കരയ്ക്ക് 3 വശവും നദികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ് പോലെയുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് 1919 അന്നത്തെ രാജഭരണകാലത്ത് ഒരു കൃഷി പാഠശാല ആരംഭിക്കുകയുണ്ടായി. ഈ കൃഷി പാഠശാലയിൽ കൃഷി പഠിക്കാൻ പോയ ആളായിരുന്നു സാക്ഷാൽ ദിവാകര പണിക്കർ. കൃഷിപാഠമെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്നത്തെ കാലത്ത് രാജഭരണകാലത്ത് അന്നത്തെ ഗവൺമെൻറ് ഭരണകൂടം ഇങ്ങനെ പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് കൃഷി കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് 10 ഏക്കർ ഭൂമി അന്ന് കൊടുക്കുമായിരുന്നു. അങ്ങനെ 10 ഏക്കർ ഭൂമി നമ്മുടെ PK ദിവാകര പണിക്കർക്കും കിട്ടി. ദിവാകര പണിക്കർ അങ്ങനെ കൃഷിയുടെ കാര്യങ്ങളെല്ലാമായി കഴിയുന്ന അവസരത്തിൽ തന്നെയാണ് ആദ്യമായി എലവുംതിട്ടയിൽ അദ്ദേഹം ഒരു കൺവെൻഷൻ വിളിച്ചു കൂട്ടി. കേരളത്തിൽ ആദ്യമായി ഒരു ശ്രീനാരായണ കൺവെൻഷൻ ചേരുന്നത് എലവുംതിട്ടയാണ്. അത് ഈ ദിവാകര പണിക്കരുടെ മുൻകൈയിൽ തന്നെയാണ്. അവരെല്ലാം കൂടി പരിശ്രമിച്ചാണ് ആദ്യത്തെ ശ്രീനാരായണ കൺവെൻഷൻ എലവുംതിട്ടയിൽ ചേരുന്നത്. തീർത്ഥാടനത്തിന് അനുമതിയൊക്കെ കിട്ടിയെങ്കിലും 1928 തന്നെ എല്ലാ അനുവാദിയെല്ലാം കിട്ടിയെങ്കിലും പിന്നീട് ഗുരുദേവൻ സമാധിയായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറേ നാളുകൾ പിന്നീട് മാറുകയും 1932 മാത്രമാണ് ഈ തരത്തിലൊരു ശിവഗിരി തീർത്ഥാടന പദയാത്ര നടത്താൻ ദിവാകര പണിക്കർക്കും സംഘത്തിനും ആയത്. അന്ന് പോകാൻ കൂടുതൽ ആളുണ്ടായിരുന്നില്ല. ഇന്ന് ഞങ്ങൾ വരുന്ന വഴിക്ക് ആയിരക്കണക്കിന് ആൾക്കാരാണ് പീതവേഷധാരികളായിട്ട്
ഇങ്ങനെ പോകുന്ന ഒരുപാട് പദയാത്രകൾ കണ്ടിട്ടാണ് ഞാൻ ഈ MC റോഡ് വഴി വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു യാത്രയിൽ എൻ്റെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിപാടികൾക്കകത്ത് പങ്കാളികളായി നിൽക്കേണ്ടത് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചേർത്തലയിൽ നിന്ന് ഈ കപ്പിയും കയറും എല്ലാം കൊണ്ടുപോകുന്നത് അവിടെ നിന്നാണ്. ഇപ്രാവശ്യം ഞാനാണത് ഉദ്ഘാടനം ചെയ്ത് വിടേണ്ടിയിരുന്നത്. അത് കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ അന്നേരവും മനസ്സുകൊണ്ട് ഇതാക്കി ഇപ്രാവശ്യം വേറെ ഒന്നും ആവില്ല. പക്ഷേ അന്നേരം ഇതിലെങ്കിലും അത് പങ്കെടുക്കണം, എണ്ണത്തിൻ്റെ ഭാഗമാവണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞിരിക്കുന്നത്, മിനിസ്റ്റർ ഏതെങ്കിലും വഴി വരുന്ന അവസരത്തിൽ ഞങ്ങളുടെ ഈ യാത്രയെ എവിടെയെങ്കിലും നിർത്തി ഞങ്ങളുമായിട്ടൊന്ന് കാണുകയും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞതാണ്. അത് പക്ഷേ നടക്കുമോ എന്നുള്ള നടക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇന്ന് ഈ വഴിയാണ്, ഹൈവേ വഴിയാണ് ഞാൻ വന്നതെങ്കിൽ എനിക്കത് വേണമെങ്കിൽ കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു 7-8 മണിയായാലും ഇങ്ങെത്താൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അത് പോകാതിരുന്നത്. അന്ന് അവർ 5 പേരാണ്. ദിവാകര പണിക്കരും, PK രാഘവനും, PV രാഘവനും, PK കേശവനും, MK കേശവനും, KS ശങ്കുണ്ണി എന്ന് പറയുന്ന 5 പേർ എലവുന്തിട്ടയ്ക്കടുത്തുള്ള കേരളവർമ്മ സൗധം എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ പേരിട്ടിരിക്കുന്ന മൂലൂരിൻ്റെ വസതിയിൽ നിന്ന് ആദ്യത്തെ ശിവഗിരി തീർത്ഥാടന പദയാത്ര തുടങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ദിവാകര പണിക്കരടക്കമുള്ള 5 പേർ, അവരെ ചിലരെല്ലാം കളിയാക്കിക്കൊണ്ടാണ് അന്ന് വിളിച്ചത്. പക്ഷേ മഞ്ഞക്കിളികൾ എന്ന് അവരെ വിളിച്ചതാണ്. ആ 5 മഞ്ഞക്കിളികളിലൂടെയാണ് കേരളത്തിലെ ആദ്യത്തെ ശിവഗിരി തീർത്ഥാടന പദയാത്ര തുടങ്ങുന്നത്. ആ തീർത്ഥാടന പദയാത്ര അവർ നടത്തുമ്പോൾ കാലം 932 എന്നുകൂടി ഓർക്കണം. 1932 ശിവഗിരി തീർത്ഥാടന പദയാത്ര അവർ നടത്തുന്ന അവസരത്തിൽ അവരുടെ നാവിൻ തുമ്പിൽ തത്തിക്കളിച്ചത് ഗുരുദേവ കീർത്തനങ്ങളാണ്. ഗുരുദേവ കീർത്തനങ്ങൾ മാത്രമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വർഷത്തിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞത്. 932 47 മുമ്പാണ്, സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്. അതുകൊണ്ട് തന്നെ ഈ മഞ്ഞക്കിളികളുടെ നാവിൻ തുമ്പിൽ തത്തിക്കളിച്ചതിൽ ഒന്ന് സ്വാതന്ത്ര്യഗാഥകൾ കൂടിയായിരുന്നു. നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യഗാഥകളും ഗുരുദേവ കീർത്തനങ്ങളും ചൊല്ലിക്കൊണ്ടാണ് കാൽനടയായിട്ട് ഡിസംബർ മാസം 28 ശിവഗിരിയിൽ എത്തുന്നത്. അതാണ് കേരളത്തിലെ ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പദയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഒരു കൃഷി എന്നത് ഇങ്ങനെ വന്ന് കയറുന്ന ദിവാകര പണിക്കർ എന്നുള്ള ഒരാൾ കൃഷി പാഠശാലയിൽ പഠിച്ചു. ആ കൃഷി പാഠശാലയാണ് ഇന്ന് ആലുവയിലെ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ആലുവ സ്റ്റേറ്റ് സീഡ് ഫാമാണ്. ഇന്നത് ഗവൺമെൻറ് ഉടമസ്ഥയിലാണ് ആ സ്റ്റേറ്റ് സീഡ് ഫാം. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാമാണ്. കഴിഞ്ഞ 10 വർഷമായി ഓർഗാനിക് സർട്ടിഫിക്കേഷനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഫാമാണ്. പൂർണ്ണമായി ജൈവ കൃഷി നടത്തുന്ന ഒരു ഫാമാണത്. അതിമനോഹരമായ സ്ഥലമാണ്. ഞാൻ പറഞ്ഞത് അത് പോയി കാണാൻ നിങ്ങൾ താല്പര്യമുള്ളവരെല്ലാം കാണേണ്ട അത്യാവശ്യമാണ്. ഒന്ന് ആലുവ പാലസിൽ ചെന്നാൽ ബോട്ട് മാർഗമോ വള്ളം വഴിയോ അങ്ങോട്ട് കയറി അതൊന്ന് കണ്ടിട്ട് പോരുക എന്നുള്ളത് നല്ലൊരു അനുഭവം കൂടിയാണ്. അത് ഇങ്ങനെല്ലാം ഉള്ള കുറേയേറെ മഹാരഥന്മാർ ബന്ധപ്പെട്ട് നിന്നൊരിടമാണ് എന്നുകൂടി ഓർക്കണം. ഇനി എളുപ്പം പറഞ്ഞാൽ ആലുവ പാലസ് എന്നല്ല, നമ്മുടെ അദ്വൈതാശ്രമത്തിന് നേരെ ഓപ്പോസിറ്റാണ്, അപ്പുറത്താണെന്നുള്ളത് കൂടി ഓർക്കണം. ഇതെല്ലാം അതും അതിനകത്ത് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാനതെല്ലാം പറഞ്ഞത്. ഇവിടെ കാണേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാലത്തുമെല്ലാം ഇതിനുള്ള ഒരു വലിയ പ്രാധാന്യം തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രാധാന്യം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാത്രമായി നമുക്ക് പറയാനില്ല. ഈ കാലഘട്ടത്തിൽ പ്രത്യേകതയുള്ളതാണെന്ന് ഒരിക്കലും പറയാം, അങ്ങനല്ല. ഏത് കാലഘട്ടത്തിലാണ് ഗുരുദേവ ചിന്തകൾക്ക് പ്രസക്തി ഇല്ലാതിരുന്നത്? ഗുരുദേവ ദർശനത്തിന് ഏത് കാലഘട്ടത്തിലാണ് പ്രസക്തി ഇല്ലാതിരുന്നത്? ഇനി നാളുകളിൽ വരുന്ന ഏത് കാലത്തേക്കും പ്രസക്തമായവ തന്നെയാണ് നൂറ്റാണ്ടപ്പുറത്ത് നിന്നിട്ട് ഗുരുദേവൻ പറഞ്ഞതും ഗുരുദേവൻ്റെ ചിന്തയിലൂടെ ഉയർന്നു വന്നതും ഗുരുദേവൻ രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് ഇന്ന് അത്ഭുതം കൊണ്ട് വിടരുന്ന മിഴികളോടെ മാത്രമേ അതൊക്കെ പറയാനും കേൾക്കാനും കഴിയുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നോ എന്ന് അത്ഭുതം തോന്നിപ്പോകുന്ന തരത്തിലാണ് ഗുരുദേവനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നതെല്ലാം. ഇങ്ങനെ ഒരാൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നമുക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നോ? അത്രമേൽ വലിയ പ്രാധാന്യം ശ്രീനാരായണ ഗുരുദേവനുണ്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഈ നാട്ടിൽ ചെയ്തു വെച്ച കാര്യങ്ങളും അദ്ദേഹം എഴുതി വെച്ച കാര്യങ്ങളും അദ്ദേഹം പ്രസരിപ്പിച്ച ചിന്തകളും പ്രവഹിപ്പിച്ച ആശയങ്ങളും കൊണ്ടാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 1850 വെറുതെ അങ്ങോട്ട് പോയിട്ട് അരുവിപ്പുറത്ത് ഒരു നദിയിൽ പോയിട്ട് അവിടെ ചെന്ന് ശങ്കരൻകുഴിയിൽ മുങ്ങി ഒരു കല്ലെടുത്തുകൊണ്ട് വന്ന് എടുത്തു വെച്ചിട്ട് ഇതാ ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ലോകം നടുങ്ങുക തന്നെ ചെയ്തതാണ്. എങ്ങനെയാണ് പ്രതിഷ്ഠിക്കാൻ ഇയാൾക്ക് അവകാശമുണ്ടാവുക എന്ന ചോദ്യങ്ങൾ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നതാണ്. ആ ഉയർന്ന ചോദ്യങ്ങൾ അതേപടിയൊന്നും ചോദിക്കാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നുകൊണ്ട് മറ്റ് ചോദ്യങ്ങളൊക്കെ ആയിട്ടാണത് രൂപാന്തരപ്പെട്ടു വന്നത്. ഗുരുദേവൻ ആ പ്രതിഷ്ഠ നടത്തിയൊരു ചെറിയ കാര്യമല്ല.
ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തുന്നത് എങ്ങനെ പ്രതിഷ്ഠിക്കാനുള്ള അർഹതയുണ്ടോ എന്ന് ചോദിക്കുന്നിടത്താണ് നമ്മുടെ ശിവനെയാണ് നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് ഗുരുദേവൻ പറഞ്ഞത്. അവിടെ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ച അതിമനോഹരമായ വാചകമാണ്. ഇത്രമേൽ ഭംഗിയാർന്നൊരു വാചകം നമുക്ക് വേറെ കാണാൻ കഴിയുകയില്ല. ഒരു നാടിന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു വാചകം, വേണമെങ്കിൽ അല്ല പറയേണ്ടുന്ന ഒരു വാചകമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് ഗുരുദേവൻ അവിടെ എഴുതി വെച്ചത്. ഇങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമാണോ? നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഈ ഘടനയൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ വാക്കുകൾ നല്ലവണ്ണം പ്രയോഗിക്കാനുള്ള കഴിവും പ്രാപ്തിയുമല്ല ഉള്ളവർക്ക് ഇതേപോലെ മനോഹരമായ വാചകങ്ങൾ എഴുതാൻ കഴിയുമല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. എത്രയോ പേർ നമ്മുടെ മുമ്പിൽ ഈ സാഹിത്യ രംഗങ്ങളിലൊക്കെ വിരാജിച്ചിട്ടുള്ളവരുണ്ട്. മനോഹരമായി ഇതേപോലെ എത്രയോ വരികൾ വേണമെങ്കിൽ എഴുതിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ വരികൾ, അതിൻ്റെ കാവ്യഭംഗിയല്ല അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. കാവ്യഭംഗിയുടെ കാര്യത്തിലും ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രത്യേകത, അത് നമ്മൾ അതും പറയേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ ഗൗരവതരമായി കണക്കാക്കേണ്ടതാണ്. എത്ര ഗംഭീരമായി അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങളടക്കമുള്ളവ നോക്കിയാൽ കാണാൻ കഴിയും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല. ജാതിഭേദവും മതദ്വേഷവും ഒന്നുമില്ലാതെ നമ്മളെല്ലാവരും കഴിയുന്നു. എങ്ങനെയാ? സോദരത്വേന വാഴുന്ന സ്ഥലമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എവിടെയാണ് അദ്ദേഹം എഴുതി വെക്കുന്നത്? ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തിയിട്ടാണ് അദ്ദേഹം എഴുതി വെക്കുന്നത്. ആ പ്രതിഷ്ഠ നടത്തിയിട്ട് എഴുതി വെക്കുമ്പോൾ എവിടെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഉടൻ ഉത്തരം പറയും, അമ്പലത്തിലാണ് പ്രതിഷ്ഠിക്കുന്നത്, ക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠ നടക്കുന്നത്. അങ്ങനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അതൊരു ക്ഷേത്രവുമാണ്. എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ അവിടെ മാതൃകാസ്ഥാനം എന്നതിന് പകരം മാതൃകാക്ഷേത്രം എന്ന് എഴുതാതിരുന്നത്? പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട സംശയങ്ങളിലൊന്നായിരുന്നു, ഗുരുദേവൻ എന്തുകൊണ്ടാണ് ക്ഷേത്രമെന്ന് എഴുതാതിരുന്നത്? ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ ആ സംശയത്തിനൊരു മറുപടി ആയി നോക്കി. ചിലപ്പോൾ അത് ഈ കവിതകളൊക്കെ എഴുതുമ്പോൾ, അല്ലെങ്കിൽ പദ്യങ്ങൾ എഴുതുമ്പോഴൊക്കെ ഈ ഒന്ന് ചൊല്ലുന്നതിന് സുഖകരമാവുന്ന, സൗകര്യകരമാവുന്ന തരത്തിൽ എഴുതുമ്പോൾ ഈ ക്ഷേത്രമെന്ന് എഴുതി കഴിഞ്ഞാൽ അത് ചൊല്ലാനൊരു പ്രയാസമുണ്ടാവുന്നത് കൊണ്ടായിരിക്കുമോ എന്ന് മനസ്സിൽ തോന്നി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാക്ഷേത്രമാണിത് എന്ന് ഞാൻ ഇപ്പം പറഞ്ഞപ്പോൾ എൻ്റെ നാവെങ്ങും പോയി ഉടക്കിയില്ല. മാതൃകാസ്ഥാനം എന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയുകയും ചെയ്തു. അപ്പോൾ അതല്ല കാരണമെന്ന് ഉറപ്പായി. പറയുന്നതിനോ ചൊല്ലുന്നതിനോ എളുപ്പമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുന്ന തന്നെ ഇത് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ല ഗുരുദേവൻ ക്ഷേത്രമെന്ന് പറയാൻ മടിച്ചത് എന്നുള്ളതിനെയാണ് നാം കാണുന്നത്. ഇവിടെ ക്ഷേത്രമെന്ന് പറയാൻ മടിച്ച ഗുരുദേവനെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് എത്ര വലിയ ദീർഘവീക്ഷണത്തോടെ അവിടെ പറയേണ്ടത് അതല്ല എന്ന്, അമ്പലത്തിൻ്റെ കാര്യമല്ല എന്ന്, ഒരു ക്ഷേത്രത്തിൽ എന്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഗുരുദേവൻ ചോദിക്കുമായിരുന്നിരിക്കാം. ക്ഷേത്രമെന്ന് അദ്ദേഹം പറഞ്ഞതേയില്ല. നമ്മൾ ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു കാലത്ത് നമ്മൾ നോക്കുക. എത്രയോ കാലത്തിനപ്പുറത്ത് നിന്നിട്ട്, ഒരു നൂറ്റാണ്ടപ്പുറത്ത് നിന്നിട്ട് ഈ മനുഷ്യൻ ഈ നാട്ടിൽ കാണിച്ചു തന്നത് ഇതാണ്. ഞാൻ ഇതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവനൊരു മഹാത്ഭുതമാണ് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഗുരുദേവനൊരു മഹാത്ഭുതം തന്നെയാണ്. ഇങ്ങനെ ഒരു 100,000 കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അവിടെ വേറെ ഒന്നും എഴുതി വെച്ചില്ല മാതൃകാസ്ഥാനം. ഇത് നോക്കൂ, ഇത് വേണമെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ തിലകക്കുറിയായി ഉപയോഗിക്കാൻ കഴിയുന്ന വാചകമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ആണെന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് ചെയ്യാത്തത്. കാരണം ഇത് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു സോദരത്വേന വാഴുന്നുണ്ടോ എന്ന് നോക്കുക. പക്ഷേ നമ്മുടെ ലക്ഷ്യമാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഇതാണ് ഗുരുദേവൻ അരുവിപ്പുറത്തെ പ്രതിഷ്ഠയിലൂടെ സ്ഥാപിച്ചെടുത്തത്. ഇവിടെ ഗുരുദേവൻ അത് സ്ഥാപിച്ചെടുക്കുന്ന അവസരത്തിൽ ഇതിനുള്ള അവകാശമുണ്ടോ എന്ന് ചോദിക്കുന്നത് മാത്രമായിരുന്നില്ല ഉള്ളത്. ചിലരെല്ലാം ഗുരുദേവനോട് നേരിട്ട് വന്ന് ചോദിച്ച മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു, സ്വാമിജി അങ്ങ് മുഹൂർത്തം നോക്കിയിട്ടാണോ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണെന്ന് നമുക്കെല്ലാവർക്കും തോന്നിപ്പോകുന്ന ഒരു ചോദ്യം തന്നെയാണിത്. മുഹൂർത്തം നോക്കിയിട്ടാണോ ഈ പ്രതിഷ്ഠ നടത്തിയത്? എല്ലാത്തിനും മുഹൂർത്തം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണ്. എത്രമേൽ വിവര സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്ര വിജ്ഞാനത്തിൻ്റെയും മഹാവിസ്ഫോടനങ്ങളെ കണ്ടുവെന്ന് പറയുമ്പോഴും അന്ധകാരത്താൽ ബന്ധിതമായിരിക്കുന്ന ഇടത്തേക്ക് ആനയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളതെന്ന് അതിലും വിസ്മരിക്കുകയേ വേണ്ട. അപ്പോഴാണ് ഒരു നൂറ്റാണ്ടപ്പുറത്ത് നിന്നിട്ട് പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞു നിൽക്കുന്ന ഗുരുദേവൻ്റെ അടുത്ത് ചോദിക്കുന്നത്, സ്വാമിജി
മുഹൂർത്തം നോക്കിയിട്ടാണോ ഈ പ്രതിഷ്ഠ നടത്തിയത് എന്ന് എന്തായിരിക്കാം മറുപടി പറയാൻ പറ്റുക? അവിടെ ഒരു മറുപടി പറയാം, ഞാൻ മുഹൂർത്തം നോക്കിയിട്ടാണ് നടത്തിയത് എന്ന്. 2, ഇന്നത്തെ ദിവസം എല്ലാ സമയവും മുഹൂർത്തമാണ്. ചിലതൊക്കെ അങ്ങനെ ഇതുണ്ടല്ലോ, ഞങ്ങളാരും മുഹൂർത്തം നോക്കില്ല എന്ന് പറയും, എന്നിട്ട് ആരെക്കൊണ്ടൊരു കണക്കെടുപ്പിക്കും, അന്നത്തെ ദിവസം മൊത്തം മുഹൂർത്തമായിരിക്കും എന്നുള്ള തരത്തിൽ പറയും. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗുരുദേവന് വേണമെങ്കിലും പറയാവുന്നതേ ഉള്ളൂ. ഗുരുദേവൻ പറഞ്ഞ മറുപടി ഇന്ന് മുഹൂർത്തം ഞാൻ നോക്കിയിട്ടുണ്ട് എന്നല്ല, ഇന്നത്തെ ദിവസം എല്ലാ സമയവും മുഹൂർത്തമാണ്, കുഴപ്പമില്ല എന്നല്ല, മുഹൂർത്തത്തിന് ഒരു കാര്യവും അല്ല. അദ്ദേഹം മറുപടി പറയാതെ ഇരുന്നതും ഇല്ല. ഗുരുദേവൻ പറഞ്ഞ മറുപടി, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞല്ലേ ജാതകം നോക്കാറുള്ളൂ, ഞാൻ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ ഇനി വേണമെങ്കിൽ മുഹൂർത്തം നോക്കിക്കോ എന്നാണ്. ഇതുപോലൊരു അടി കൊടുക്കാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും മറുപടി ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്. ഗുരുദേവൻ ഇതിങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഒന്നുണ്ടല്ലോ, നമുക്ക് അത്ഭുതം കൊണ്ട് മിഴികൾ വിടർന്നു പോകുമെന്ന് വെറുതെ ചുമ്മാ ഒരു ഓളത്തിന് ഞാൻ പറഞ്ഞു പോയതല്ല. ഞാനിങ്ങനെതെല്ലാം നോക്കുന്ന അവസരത്തിലെല്ലാം, ഞാൻ ഇതെല്ലാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത അവസരത്തിൽ ഞാൻ കുറേ നേരം ഇങ്ങനെ ചിന്തിച്ചിരുന്ന് പോയിട്ടുണ്ട്. എന്തൊരു മറുപടിയാണ് അദ്ദേഹം അവിടെ പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഇല പോലും അനങ്ങിയില്ല, ഒരു പ്രതിഷേധ സ്വരം പോലും ഉയർന്നില്ല. ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകരമായ ഒരു പ്രവൃത്തിയാണ് അരുവിപ്പുറത്തെ ഒരു പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നടന്നതെല്ലാം. ആരാണ് നടത്തിയത്? പ്രാർത്ഥിക്കാൻ അവകാശമില്ല എന്ന് പറയുന്ന ഒരു ജനതയുടെ പ്രതിനിധിയാണ്. അവർക്ക് പൂജിക്കാൻ അല്പം പോലും അവകാശം ഉണ്ടായിരുന്നില്ല. പ്രാർത്ഥിക്കാനും പൂജിക്കാനും അവകാശമില്ലാത്ത ഒരാളാണ് അതിനപ്പുറത്തേക്ക് കൂടി കടന്ന കൈ ചെയ്തിരിക്കുന്നത്, പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ ഒരു മനുഷ്യൻ തയ്യാറാവുന്നു. അദ്ദേഹത്തിന് അവിടെ ഉണ്ടാകുന്ന നേരെ ഉയരുന്ന വെല്ലുവിളികൾ ഇതെല്ലാം ഉണ്ടാകുന്നു. അതിനകത്ത് കൂടെ നിൽക്കുന്നവർ പോലും ഇത്തരം ചില സംശയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. അതിനെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കട്ടെ, ഒരെലയനക്കം പോലും വേറെ ഉണ്ടാക്കാതെ ഈ കേരളത്തിൽ വലിയൊരു മാറ്റത്തെ ശ്രീനാരായണ ഗുരുദേവൻ യാഥാർത്ഥ്യമാക്കി തീർക്കുകയായിരുന്നു. ഇതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രമുഖമായ ഗുരുദേവത്തിൻ്റെ ചിന്തകളുടെ ഭാഗമായിട്ടെല്ലാം വരുന്നതെല്ലാം. ഗുരുദേവൻ ശിവഗിരിയിൽ താമസം ആരംഭിക്കുന്ന കാലത്ത് അവിടെ ഒരു ഓലക്കെട്ടിടം ഉണ്ടാക്കി അവിടെ പാർക്കാൻ തുടങ്ങിയ കാലത്ത് അവിടെ ആദ്യം ചെയ്ത പരിപാടി ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ കൃഷി എന്നും അന്നം എന്നത് വലിയ ചെറിയ കാര്യമൊന്നുമല്ല, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അന്നം ഉണ്ടാകണമെങ്കിൽ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതും ഈ ദൈവദശകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതിനകത്ത് എനിക്ക് വ്യത്യസ്തമായൊരു തോന്നലുണ്ടായിരുന്നു. ഞാനിപ്പോൾ അടക്കം സച്ചിദാനന്ദ സ്വാമികളോടൊപ്പം ഞാനിങ്ങനെ നടന്ന് തർക്കിക്കാൻ നിൽക്കുന്ന കൂട്ടത്തിലായിരുന്നത്. ഇപ്പോൾ ഈ ദൈവദശകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ കല്യാണത്തിനും മരണത്തിനും ചൊല്ലാൻ വേണ്ടി എഴുതിയിട്ടുള്ളതാണെന്നുള്ള തരത്തിൽ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് എല്ലാവരും ഇപ്പോൾ അത് ചൊല്ലിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ചൊല്ലാൻ കുഴപ്പമില്ല. പക്ഷേ അത് വർക്കലയിലെ ശിവഗിരിയിൽ അദ്ദേഹം താമസിക്കുന്ന കാലത്ത് ഗുരുദേവൻ രാവിലെ കുളിക്കാൻ പോകുന്ന അവസരത്തിൽ വളരെ പാവങ്ങളായ കർഷക തൊഴിലാളി ജനവിഭാഗത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ അവരൊക്കെ ഈ അടിക്കണക്ക് പറഞ്ഞ് ഓടി മാറേണ്ടതാണ്. അവരെല്ലാം ഓടി മാറും. ഗുരുദേവനെ കാണുന്ന അവസരത്തിലേക്ക് എല്ലാം ഓടി മാറുമ്പോൾ ഈ മാറുന്ന കുഞ്ഞുങ്ങൾ ദൂരെ ഓടിപ്പോയിട്ട്, കുഞ്ഞുങ്ങൾക്കറിയത്തില്ലല്ലോ എന്താ കാര്യം എന്നുള്ളത്, കണ്ടാൽ പോലും അയിത്തമുണ്ടെന്നുള്ളതിൻ്റെ പേരിൽ അടിക്കണക്ക് വെച്ച് ആളുകൾ ഓടി മാറേണ്ടത് അനിവാര്യമാണെന്ന കല്ലേ പിളർക്കുന്ന കൽപ്പനകൾ നിലനിന്നിരുന്ന ഒരു കാലത്ത് ഗുരുദേവൻ ഇങ്ങനെ ഇറങ്ങി പോകുന്ന അവസരത്തിൽ മുതിർന്നവരുൾപ്പെടെ എല്ലാം കുഞ്ഞുങ്ങളെ ശകാരിച്ച് പിടിച്ച് വലിച്ച് ഓടിക്കൊണ്ട് പോകുന്ന അവസരത്തിൽ ചിലപ്പോഴെല്ലാം ഈ കുഞ്ഞുങ്ങൾ ഇത് കാണുമ്പോഴും അവർ ഓടുമ്പോൾ ഗുരുദേവൻ അവിടെ തന്നെ നിൽക്കും. ഈ കുഞ്ഞുങ്ങൾ എന്താ തിരിച്ചു വല്ലതും നോക്കുമെന്നറിയാൻ. ഈ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അവർക്കൊന്നുമല്ലോ, കുഞ്ഞുങ്ങളിങ്ങനെ നോക്കും. കുഞ്ഞുങ്ങളങ്ങനെ പരസ്പരം പലതവണ നോക്കാൻ തുടങ്ങിയപ്പോൾ ഗുരുദേവൻ അവരോട് ചിരിച്ചു കാണിച്ചു. ആദ്യം മുതൽ തന്നെ കുഞ്ഞുങ്ങൾ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നി തിരികെ ചിരിച്ചു. കുഞ്ഞുങ്ങൾ ചിരിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുദേവനോട് പറഞ്ഞു, കൈയാട്ടി വിളിച്ചു. അതുവരെയും ഈ കുഞ്ഞുങ്ങളെ സ്വന്തം വീട്ടിലുള്ളവരല്ലാതെ വേറെ ആരും വാ എന്നൊന്ന് വിളിച്ചിട്ടേയില്ല. പോ 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 എന്ന് മാത്രം ഉള്ള ആട്ടലുകൾ കേട്ടു വളർന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളവരല്ലാതെ പുറത്തുള്ള എല്ലാവരിൽ നിന്നും ആട്ടും തുപ്പും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ജനസമൂഹമായി വിധിക്കപ്പെട്ടിരുന്ന ഈ പാവങ്ങളുടെ കൂട്ടത്തിലെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, ആ ഒരു നൂൽവസ്ത്രം പോലും ധരിച്ചിട്ടില്ലാത്ത ഈ പട്ടിണിക്കോലങ്ങൾ, ഈ കറുത്തിരുണ്ട ഈ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ചിരിച്ചു കാണിച്ചപ്പോൾ ബാ എന്ന് വിളിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ അമ്പരന്ന് പോയി. പലതവണ ഇത് ആവർത്തിക്കപ്പെട്ടപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ അടുത്തേക്ക് വന്നു. കുഞ്ഞുങ്ങളോട് ഗുരുദേവൻ ചോദിച്ചത് കുളിക്കാൻ പോകാം എന്നാണ്. കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ ഗുരുദേവൻ തന്നെ കുളിപ്പിച്ചു. ഈ കുട്ടിപ്പട്ടാളത്തെ നൂൽവസ്ത്രം പോലും ഇല്ലാത്ത ഈ കുഞ്ഞുങ്ങളെ നടത്തി എല്ലാത്തിനും കൂടെ ശിവഗിരിക്കുന്നിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുപോയിട്ട് ഗുരുദേവന് സമ്മാനമായി കിട്ടിയ തുണി, വെള്ളത്തുണി, അത് കീറി ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഉടുക്കാൻ കൊടുത്ത് രക്ഷകർത്താക്കളുടെ അനുവാദത്തോടുകൂടി ഈ കുഞ്ഞുങ്ങളെ ശിവഗിരിയിൽ താമസിപ്പിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് നിലവിളക്ക് കൊടുത്തിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുതി കൊടുത്തതാണ്
ദൈവദശകം എന്ന് പറയുന്നത്. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ, നവികൻ നീ ഭവാബ്ദിക്കോർ അവിവൻ തോണി നിൻപദം എന്ന് പറഞ്ഞിട്ട് സുഖം എന്ന് വരെ പറഞ്ഞ് അവസാനിക്കുകയാണ്. ദൈവമേ എന്ന് പറഞ്ഞ് തുടങ്ങുകയും സുഖത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണെന്ന് കരുതുകയേ ചെയ്യരുത്. അതിൻ്റെ പറഞ്ഞു പോയാൽ സമയം ഒരുപാട് പോകുമെന്നുള്ളത് കൊണ്ടും എനിക്ക് ഇനിയും രണ്ടിടത്ത് കൂടി പോകേണ്ടതുണ്ടെന്നുള്ളത് കൊണ്ടും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കല്ല. ഞാൻ കണ്ട വേറൊരു വലിയൊരു മഹാത്ഭുതം അവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദൈവത്തിൻ്റെയും പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തമ്പിമേട്ട് തിറയ്ക്കും ചൊല്ലാം, ജോൺ തോമസിനും ചൊല്ലാം ഇത്. കാരണം ഞങ്ങളുടെ പള്ളിയിൽ വേറെ പ്രാർത്ഥന കൊണ്ടുണ്ടാവും, ഒറ്റ ദൈവത്തിൻ്റെയും പേരില്ല. ഏത് ദൈവത്തിൻ്റെയും ഒരു ദൈവത്തിൻ്റെയും പേരില്ല. ലോകത്തെവിടെയുമുള്ള മലയാളിക്ക് ഈശ്വരവിശ്വാസിയായ ഒരാളിന് ദൈവത്തെ വിളിക്കാൻ പറ്റുന്ന, ദൈവത്തെ പ്രാർത്ഥന പറ്റുന്ന എല്ലാവർക്കും വേണ്ടി ഇങ്ങനൊരു ശ്ലോകം നമുക്ക് വേറെ അധികം കാണിക്കാൻ എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരു നമുക്ക് ഒരു ദൈവത്തിൻ്റെയും പേര് പറയാതെ ലോകത്തെവിടെയുമുള്ള മലയാളി, കാരണം മലയാള ഭാഷയിലാണ് ഈ ശ്ലോകം എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ കീർത്തനം എന്നുള്ളത് കൊണ്ടാണ്, ദൈവദശകം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ മലയാളി എന്ന് പറഞ്ഞത്. ലോകത്തെവിടെയുമുള്ള മലയാളിക്ക് ഈശ്വരനെ വിളിക്കാൻ പറ്റുന്ന ഉപകരിക്കുന്ന തരത്തിലാണ്. അവിടെ ഒരു ദൈവത്തിൻ്റെ ഇതില്ല, ഒരു ജാതിയുടെ ഇതില്ല, ഒരു മതത്തിൻ്റെ ഇതില്ല. എല്ലാ അർത്ഥത്തിലും മതങ്ങൾക്കെല്ലാം അപ്പുറമായിരുന്നു ഗുരുദേവൻ എന്നുള്ള നമുക്ക് അവിടെയും കാണാൻ കഴിയും. ആ ഗുരുവിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അമ്പലത്തിൽ കാണുന്ന ദൈവമായിരുന്നില്ല ഗുരുവിൻ്റെ ദൈവം. ഗുരുവിൻ്റെ ദൈവം ഏതെങ്കിലും പള്ളിയിലെ ദൈവമല്ല. ഗുരുവിൻ്റെ ദൈവം എവിടെയെങ്കിലും അടച്ചു പൂട്ടപ്പെട്ടിരിക്കുന്ന ദൈവമല്ല. ഗുരുവിൻ്റെ ദൈവം ആർക്കും അങ്ങനെ സാമീപ്യമില്ലാത്ത ഒരു ദൈവമല്ല. ഗുരുവിൻ്റെ ദൈവം ഇടനിലക്കാരൻ്റെ സഹായത്തോടുകൂടി കാണേണ്ടുന്ന ഒരു ദൈവമല്ല. പുരോഹിതൻ്റെയോ പൂജാരിയുടെയോ സഹായമില്ലാതെ ദൈവത്തെ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരിടത്ത് അങ്ങനെയുള്ള ദൈവം ആയിരുന്നില്ല ഗുരുദേവൻ്റെ ദൈവം. ഗുരുദേവൻ പറഞ്ഞത്, ഗുരുദേവൻ്റെ ദൈവത്തോട് ഗുരുദേവൻ ഒന്നും അങ്ങോട്ട് ചോദിച്ചതില്ല. നമ്മളെല്ലാം ചോദിക്കുകയാണ്, എല്ലാത്തിൻ്റെയും കാര്യം ചോദിക്കുകയാണ്. സകലതും എടുത്തിട്ട് നമ്മൾ ചോദിക്കുന്നത് എനിക്ക് തരണേ എന്നാണ് പറയുന്നത്. എല്ലാ കാര്യവും നമ്മൾ എനിക്ക് നല്ല സ്വത്ത് തരണേ, എനിക്കൊരു നല്ല വണ്ടി കിട്ടാനുള്ള അവസരം ഉണ്ടാക്കണേ, എൻ്റെ പിള്ളേർക്കൊരു ജോലി കിട്ടണേ, എല്ലാം നമ്മൾ ദൈവത്തെ ഏൽപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴും ദൈവത്തെ വിളിച്ച് പറയുന്നത് എല്ലാത്തിൻ്റെയും ഉത്തരം പറഞ്ഞു തരണം. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ് ദൈവം എന്നുള്ളത് കൊണ്ട് എല്ലാ ഉത്തരവും പറഞ്ഞു തരണേ എന്നാണ്. പെണ്ണ് കാണാൻ പോകുന്നതിനും പറയുന്നത് ഇന്ന് നല്ലൊരു പെണ്ണിനെ കാണാൻ ഒക്കണേ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവല്ലേ ഭഗവാനെ, അതെങ്ങനെയെങ്കിലും നടക്കണേ. അപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിൽ വീട്ടിൽ നീ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോ, ദൈവത്തോടൊന്ന് പറഞ്ഞിട്ട് പോ. വിശ്വസിക്കുന്നത് ഞാനതൊന്നും കുറ്റം പറയാമെന്നൊന്നും ധരിക്കുകയൊന്നും വേണ്ട. പോക്കറ്റ് അടിക്കാൻ പോകുന്നതിനും പറയുന്നത് ഭഗവാനെ ഇന്നലെ നീ എന്നെ ചതിച്ചു, ഇന്ന് എനിക്കൊരു നല്ല പേഴ്സ് കിട്ടാനുള്ള അവസരം നീ ഉണ്ടാക്കി തരണേ എന്ന്. ഗുരുദേവൻ ദൈവത്തോടൊന്നും ചോദിച്ചതേ ഇല്ല. എന്തെങ്കിലും തരണേ, നിങ്ങൾ നോക്കുക, ആ ദൈവദശകത്തിനകത്ത് തരണേ എന്നൊരു വാക്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്, നൽകണേ എന്നൊരു വാക്കുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. നീ അതാണ് ദൈവം എന്ന് പറഞ്ഞാൽ ഇനി ദൈവത്തെ നീ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇന്നാണെങ്കിൽ ഹർത്താലും നടക്കുമായിരുന്നു. എത്ര പ്രാവശ്യത്തെ ഹർത്താലിനുള്ള ഇനങ്ങൾ ഗുരുദേവൻ എനിക്ക് തോന്നുന്നൊരു 1000 ഹർത്താലിനുള്ള അല്ലെങ്കിലേ ഉള്ളൂ. അതിനുള്ള ഐറ്റം എല്ലാം ഗുരുദേവൻ പറയുകയും എഴുതുകയൊക്കെ ചെയ്ത് വെപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഇടത്തിൽ തർക്കവും നിങ്ങൾക്ക് വേണ്ട. ദൈവത്തെ നീ എന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചാൽ തീർന്നു. അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. വേറെ ഒരുപാട് ഇടങ്ങളിൽ നീ എന്ന് വീണ്ടും കയറി വരുന്നുണ്ട്. ഞാനതും വിസ്തരിച്ച് പറയാനില്ല. അന്നവും വസ്ത്രവും നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കേ. അന്നം, നമ്മൾ ചോറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അന്നം എങ്ങനെ? അരി, നിങ്ങൾ വീട്ടിലെ ചോറുണ്ടാക്കി, അരി എവിടെ നിന്ന് കിട്ടി? കടയിൽ നിന്ന് കിട്ടി. കടയിൽ എങ്ങനെ കിട്ടി? അത് ഹോൾസെയിൽ കടയിൽ കിട്ടി. ഹോൾസെയിൽ കടയിൽ എങ്ങനെ കിട്ടി? അത് മില്ലിൽ നിന്ന് കിട്ടി. മില്ലിൽ എങ്ങനെ കിട്ടി? നെല്ല് കുത്തി കിട്ടി. നെല്ല് എവിടെ നിന്ന് കിട്ടി? അത് വയലിൽ നിന്ന് കിട്ടി. വയലിൽ എങ്ങനെ ഉണ്ടായി? അത് കൃഷി ചെയ്തുണ്ടായി. ആരുണ്ടാക്കി? കർഷകനും കർഷക തൊഴിലാളിയും. വസ്ത്രം, ഗുരുദേവൻ എഴുതുന്ന വസ്ത്രത്തിൻ്റെ കാലത്ത് കോട്ടണാണ്. ഇപ്പോൾ വീണ്ടും കോട്ടൺ നല്ല വിലയൊക്കെ ആയിട്ടുണ്ട്. പണ്ടൊക്കെ കോട്ടണാണ് ഏറ്റവും വില കുറഞ്ഞ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വസ്ത്രം കിട്ടി? കടയിൽ നിന്ന് കിട്ടി. അത് അവിടെ എവിടെ നിന്ന് കിട്ടി? അത് ഹോൾസെയിൽ കടയിൽ നിന്ന് കിട്ടി. അവർക്ക് എവിടെ നിന്ന് കിട്ടി? മില്ലിൽ നിന്ന് കിട്ടി. മില്ലിൽ എങ്ങനെ കിട്ടി? നൂലിൽ നിന്ന് കിട്ടി. നൂൽ എങ്ങനെ ഉണ്ടായി? പരുത്തിയിൽ നിന്നുണ്ടായി. പരുത്തി എങ്ങനെ ഉണ്ടായി? കൃഷിയെ ഉണ്ടായി. ആരുണ്ടാക്കി? കർഷകനും കർഷക തൊഴിലാളിയും. അപ്പോൾ ഈ അന്നവും വസ്ത്രവും മുട്ടാതെ ഞങ്ങൾക്ക് തരുന്നത് കർഷകനും കർഷക തൊഴിലാളിയുമാണ് ദൈവമെന്നല്ലേ ഗുരുദേവൻ ചിന്തിച്ചത് എന്ന് വിശ്വസിക്കുന്നതിനാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ പറയട്ടെ. ഇത് നമ്മൾ ഇങ്ങനെ നോക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഗുരുദേവ ചിന്തകൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന് പ്രസക്തമെന്നല്ല, എല്ലാ കാലഘട്ടത്തിലേക്കും ഏറ്റവും പ്രസക്തമായ കാര്യങ്ങളെയാണ് ഗുരുദേവൻ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് എന്ന് കാണാൻ കഴിയും. എല്ലാത്തിനെയും ഒന്നായി കാണാൻ കഴിയുക അതൊരു ചെറിയ കാര്യമല്ല. എല്ലാത്തിലും എല്ലാം ഉണ്ട് എന്ന് കരുതുക അതൊരു ഇപ്പം വളരെ
നമ്മൾ പറയുന്ന നമ്മുടെ ചിന്തകളിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ കടുകട്ടിയായി പറയുന്ന കാര്യങ്ങളെ എത്ര ലളിത സുന്ദരമായിട്ടാണ് ഗുരുദേവൻ അവതരിപ്പിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ചേർത്തലയിൽ കളവങ്കോടത്താണ് ഗുരുദേവൻ അവസാനത്തെ പ്രതിഷ്ഠ നടത്തത്. അവിടെ കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചത്. കാളകണ്ഠമൂർത്തിയെ പ്രതിഷ്ഠിക്കാൻ കാത്തിരുന്ന സംഘാടകരുടെ മുമ്പിൽ എത്തുന്ന ഗുരുദേവൻ ചോദിച്ചത് ഒരു കണ്ണാടി കിട്ടുമോ എന്നായിരുന്നു. മുഖക്കണ്ണാടിയാണ്, മുഖം നോക്കുന്ന കണ്ണാടി കിട്ടുമോ എന്നാണ് ഗുരുദേവൻ ചോദിക്കുന്നത്. അടഞ്ഞു കിടന്നിരുന്ന ഒരു കട പോയി തുറപ്പിച്ച് സംഘാടകരൊരു കൊച്ചു കണ്ണാടി കൊണ്ടുവന്ന് ഗുരുദേവൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, എൻ്റെ പുറകിലെ രസം ചുരണ്ടിയിട്ട് ഓം എന്നെഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഇന്ന് കണ്ണാടിക്ക് വലിയ വിലയൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് എന്തുമായിരുന്നു, ഒരു 50 വർഷത്തിന് അല്ലെങ്കിൽ ഒരു 40 വയസ്സിന് മുകളിലുള്ളവർ കണ്ണാടിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയാവും. പൊട്ടിയ കണ്ണാടി എത്ര നാൾ വീട്ടിൽ ഉപയോഗിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നതല്ല. ഒരു കണ്ണാടി എങ്ങാനും വീട് പൊട്ടിക്കഴിഞ്ഞാൽ ആ പൊട്ടിയ ചില്ല് വെച്ചിട്ട് നോക്കിയേ നിർവാഹമുള്ളൂ. അടുത്ത കണ്ണാടി വാങ്ങിക്കണേ വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. കണ്ണാടി എത്ര വിലപിടിപ്പുള്ള ഒന്നായിരുന്നു. ഇന്നൊരു വീട്ടിനകത്തോടെ എവിടേക്കാണ് കണ്ണാടി എന്നൊരു പിടിയില്ലാത്ത തരത്തിലാണ്. ബെഡ്റൂമിൽ 5 കണ്ണാടി, അടുക്കളയിൽ ഭിത്തിക്കെല്ലാം കണ്ണാടികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ്. പക്ഷെ അന്ന് ഗുരുദേവൻ കണ്ണാടിയുടെ പുറകിലത്തെ രസം, ഇപ്പം എത്ര പേർ അങ്ങനെ കണ്ണാടി ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് ഈ പുറകിൽ രസമെന്ന് പറഞ്ഞാൽ എന്ത്, മെർക്കുറി കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ രസം ചുരണ്ടിയിട്ട് ഓം എന്നാക്കി കൊണ്ടുവരാൻ പറഞ്ഞ് ആളിനെ പറഞ്ഞു വിട്ടു. ആൾ പെട്ടെന്ന് തന്നെ പോയി ചുരണ്ടിക്കൊണ്ട് വന്നു. ഓം എന്ന് എഴുതിക്കൊണ്ട് വന്നപ്പോൾ അവിടെ ഓം എന്നേ ഉള്ളൂ, ദീർഘമില്ല, ഓം എന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ അന്ന് എന്ത് പ്രശ്നം ഉണ്ടാക്കും, തമ്പി വേട്ടതറ ബഹളം ഉണ്ടാക്കുന്ന ഒരു തർക്കം വേണ്ട കാര്യത്തിനകത്ത്. ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമ്മൾ ഞാനായാലും ബഹളം ഉണ്ടാക്കും, എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കും. ഓം എന്നെഴുതുന്നതിന് പകരം ദീർഘമില്ല, അടുത്ത കണ്ണാടി കൊണ്ടുപോവാ, ഇങ്ങനെയാണോ ചെയ്യുന്നതെല്ലാം. ഒരു കാര്യം പ്രതിഷ്ഠിക്കാൻ നിൽക്കല്ലേ. ഗുരുദേവൻ ഒന്നും പറഞ്ഞില്ല. സംഘാടകർക്കാകെ പ്രശ്നം ഉണ്ടായിപ്പോയി. സംഘാടകർ ഇങ്ങനെ നോക്കുക വശത്തിൽ ഗുരുദേവൻ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, ഇതിന് ഒരർത്ഥമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ചേർത്തലയിലെ കളവങ്കോടത്ത് ഗുരുദേവൻ ഓം എന്നെഴുതിയ, ഓം ശാന്തി ഓം എന്നേ ഉള്ളൂ, ആ എഴുതിയ കണ്ണാടിയാണ് അവിടെ പൊഴിച്ചത്. സത്യം ധർമ്മം ദയ ശാന്തി എന്ന് മുരുക്കുംപുഴയിൽ എഴുതി വെക്കുകയാണ്. ഒരു പലകയ്ക്കകത്ത് എഴുതി. ഇതാണ് പ്രതിഷ്ഠിക്കേണ്ടത്. ഈ സത്യം എന്ന് പറഞ്ഞാൽ അതാണ് ദൈവം എന്ന് എത്രയോ പതിറ്റാണ്ടപ്പുറത്ത്, ഒരു നൂറ്റാണ്ടപ്പുറത്ത് നിന്ന് ഈ നമ്മുടെ നാട്ടിൽ ഗുരുദേവൻ പറഞ്ഞതാണ്. സത്യവും ധർമ്മവും എന്നൊക്കെ പറയുന്നതാണ് ദയ, ശാന്തി, സമാധാനം. ഇതൊക്കെയാണ് ദൈവം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഈ ദൈവത്തെ അന്വേഷിച്ച് എല്ലായിടത്തും നടക്കുകയാണ്. ആ ദൈവത്തെ അന്വേഷിച്ച് നടക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതൊക്കെ നടക്കുന്നത്? ഗുരുദേവൻ പറഞ്ഞു, സത്യമെന്ന് പറയുന്നതാണ് ദൈവം. പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് നോക്കേണ്ടതെന്ന് ഗുരുദേവൻ. എന്തിനാണ് ഈ കണ്ണാടി പ്രതിഷ്ഠിക്കുന്നത്? ആ കണ്ണാടിയിൽ നിങ്ങൾ കാണുന്നത് നിങ്ങളെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് ദൈവത്തെ തിരയേണ്ടത്? നിങ്ങൾ വേറെ അമ്പലങ്ങളിലും മറ്റും എല്ലായിടത്തും തിരയുകയാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടൊരു ദൈവം. നിങ്ങൾ തന്നെയാണൊരു ദൈവം. ആ ദൈവം അത് കാണാൻ നിങ്ങളാണ് അത് നോക്കണം എന്ന് കൃത്യമായ എന്നവണ്ണം പറയുകയായിരുന്നു കളവങ്കോടത്തിൽ കണ്ണാടി പ്രതിഷ്ഠിക്കുന്നതിലൂടെ. സത്യവും ധർമ്മവും എന്നൊക്കെ പറയുന്നതെല്ലാം ദൈവമാണ് എന്ന് ഗുരുദേവൻ മുരുക്കുംപുഴയിൽ എഴുതി വെക്കുകയായിരുന്നു. പ്രതിഷ്ഠകളുടെ വിപ്ലവമാണ് ഗുരുദേവൻ ഈ കേരളത്തിൽ നടത്തിയത്. അത് ഇത്ര എണ്ണം നടത്തി എന്നുള്ളതിൻ്റെ പേരല്ല. ഓരോന്നിനും നിങ്ങൾ നോക്കൂ, ആരെ കൊണ്ടെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇങ്ങനെ എഴുതിയിട്ട് ഒരു പലകയ്ക്കകത്ത് ഇങ്ങനെ എഴുതി വെക്കാൻ, ഇതാണ് പ്രതിഷ്ഠ എന്ന് പറയാൻ പ്രയാസം നമുക്കെല്ലാം അനുഭവപ്പെടുന്നൊരു കാലത്ത് നിന്നിട്ടാണ് ഒരു നൂറ്റാണ്ടപ്പുറത്ത് നിന്ന് ഒരു മനുഷ്യൻ ചെയ്തത്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നോ എന്ന് അത്ഭുതം തോന്നിപ്പോകും എന്ന് പറഞ്ഞത് അതിൻ്റെ പേരിലാണ്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതം മോശമാണ് എന്നും ഒരിക്കലും ഗുരുദേവൻ പറഞ്ഞില്ല. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ രേഖപ്പെടുത്തിയത്. പരമേശ പവിത്ര പുത്രൻ യേശു ക്രിസ്തുവിനെയാണ്. കരുണാവാൻ നബി മുത്തുരത്നം മുത്തുനബിയെയാണ്, മുഹമ്മദ് നബി തിരുമേനിയെയാണ്. മുഹമ്മദ് നബിയെ മുത്തുനബി എന്ന് ഇസ്ലാം മത വിശ്വാസികൾ വിളിക്കാറുണ്ട്. മുത്തുരത്നം എന്ന് വിളിച്ച ഒരേ ഒരാളെ ലോകത്തുള്ളൂ. ആ വിളിച്ച ആളിൻ്റെ പേരാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ളത്. നോക്കൂ, എത്രമേൽ എല്ലായിടങ്ങളിലേക്കും അദ്ദേഹത്തെ ഈ ചിന്തകളെല്ലാം ചെന്നുവെന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാടിൻ്റെ മണ്ണിൽ ഒരു കാര്യത്തിനകത്തും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ പ്രസംഗ പര്യടന പരിപാടിയൊക്കെ കേരളത്തിൽ ആദ്യം തുടങ്ങുന്നത് ഈ പ്രസംഗ സ്ക്വാഡ് എന്നൊക്കെ പറയുന്നതൊക്കെ പ്രസംഗിക്കും. പക്ഷേ സംശയമുള്ള ഒരു വിഷയത്തെക്കുറിച്ചും ആരും പ്രസംഗിക്കാൻ പാടില്ല. നമുക്കാണെങ്കിൽ അങ്ങനെയല്ല, മൈക്കിൻ്റെ മുമ്പിൽ നിന്നാൽ മതി. എന്തിനെക്കുറിച്ച് നമ്മൾ പറയുന്ന തരത്തിലാണ് നമ്മളെല്ലാം ഇപ്പോൾ നിൽക്കുന്നതല്ല. നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ പ്രസംഗിച്ച് കളയും. നമുക്ക് ഇനി ഏതെങ്കിലും ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയാൽ മതി, അത് നമ്മൾ ഏറ്റവും വലിയ ആധികാരികമായി നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്യും. ഗുരുദേവൻ പറഞ്ഞു, സന്ദേഹമുള്ള ഒന്നിനെക്കുറിച്ചും പ്രസംഗിക്കാൻ പാടില്ല.
ഒരാളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായ ഒന്നും അവതരിപ്പിക്കാൻ പാടില്ല. അടുത്തൊരു വാചകം കൂടി നിങ്ങൾ കേൾക്കണം. താഴ്ന്നതായി വിചാരിക്കപ്പെടുന്ന ജാതിക്കാർക്ക് ഉപദ്രവമോ ഉയർന്നതായി വിചാരിക്കപ്പെടുന്ന ജാതിക്കാർക്ക് ക്ഷോഭമോ ഉണ്ടാവുന്ന തരത്തിൽ ഒന്നും പറഞ്ഞുകൂടാത്തതാണ്. നമ്മളാണെങ്കിൽ പറയും താഴ്ന്ന ജാതിക്കാർക്കും ഉയർന്ന ജാതിക്കാർക്കും. ഗുരുദേവൻ പറഞ്ഞ വാക്ക് കേട്ടണം. താഴ്ന്നതായി വിചാരിക്കപ്പെടുന്ന, അവരുടെ വിചാരം മാത്രമാണ്. താഴ്ന്നതായി വിചാരിക്കപ്പെടുന്ന ജാതിക്കാർക്ക് ഉപദ്രവമോ ഉയർന്നതായി വിചാരിക്കപ്പെടുന്ന ജാതിക്കാർക്ക് ക്ഷോഭമോ ഉണ്ടാവുന്ന തരത്തിൽ യാതൊന്നും പറയാൻ പാടില്ലാത്തതാവുന്നു. കാര്യം നമുക്ക് പിടികിട്ടി എന്ന് വരികിലും അതിനകത്ത് പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു വിചാരമാണ് എന്ന് ഗുരുദേവൻ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതൊരു വിചാരം മാത്രമാണ് എന്ന് ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കണം. ഇതാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞു പോയതല്ലേ അല്ല. അപ്പോൾ ഒന്ന് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഈ വിചാരം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പ്രസംഗത്തിനായി പോകുന്ന ആൾക്കാർ ഇത്തരം ഒരു കാര്യം ശീലിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഗുരുദേവൻ പറഞ്ഞത്. എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്ന് തന്നെയാണെന്ന് ഗുരുദേവൻ പറഞ്ഞു. പല മതസാരവും ഏകമെന്നു പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടണം എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണ് എന്ന് ഗുരുദേവൻ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിന്ന് ഗുരുദേവ ചിന്തകളാണ് ഞങ്ങളെ നയിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ ഗീർവാണങ്ങൾ ഒരുപാടിടങ്ങളിൽ മുഴങ്ങുന്നുണ്ട്. ഈ വരികൾ ഒന്ന് എഴുതി വെക്കുമോ? ഈ പറയുന്നവർ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് എഴുതി വെക്കാൻ തയ്യാറാകുമോ? എല്ലാവരെയും ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞ് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നവരുണ്ടല്ലോ, അവിടെ ഒന്ന് എഴുതി വെക്കുമോ? ഇപ്പോൾ പുതിയ പുതിയ ക്ഷേത്രങ്ങൾ, ഇപ്പോൾ അയോധ്യയിലടക്കം ക്ഷേത്രം വരാൻ വലിയ തർക്കം നടക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, വന്ന് നിന്ന് പറയുമ്പോൾ തട്ടി മൂളിക്കുമ്പോൾ ഒന്ന് എഴുതി വെക്കുമോ? എല്ലാ മതങ്ങളുടെ പല മതസാരവും ഏകമെന്ന് പാരാതുലകിലൊരാണെങ്കിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടണം ഒന്ന് എഴുതി വെക്കുക. ജാതിഭേദം മതദ്വേഷം ഏതുമില്ല സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണെന്ന് ഒന്ന് എഴുതി വെക്കാൻ ആരെക്കൊണ്ടെങ്കിലും പറ്റുന്നുണ്ടോ? നോക്കൂ, ഇതെല്ലാം വെറുതെ നമുക്ക് ചന്തത്തിനായി സഭകളിൽ പറയുന്ന ന്യായം കുമാരനാശൻ എഴുതിയാണ്. ചിന്തിച്ചിടുന്ന എളിമ കണ്ട് ചവിട്ടിയാഴ്ത്താൻ ചന്തത്തിനായി സഭകളിൽ പറയുന്ന ന്യായം എന്ന കണക്കെ വർത്തമാനങ്ങളൊക്കെ ഇവരെല്ലാം പറയുന്നുണ്ട്. എങ്കിലും ഇത് നമ്മുടെ മുമ്പിലൊക്കെ ഇതൊക്കെ പ്രയോഗിക്കാൻ പ്രയാസമാണെങ്കിൽ പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് നിന്നിട്ട് ഗുരുദേവൻ അതൊക്കെ പ്രയോഗിക്കുകയായിരുന്നു. ഇതുകൊണ്ടാണ് നമ്മുടെ ആലപ്പുഴക്കാർ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ചേർത്തലക്കാർക്കൊക്കെ ഉള്ളവർക്കൊക്കെ അല്ലെങ്കിൽ മലയാളിക്ക് എവിടെയും അഭിമാനത്തോടെ നമ്മൾ പറയുന്ന വയലാർ എഴുതിയത് മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരും ഈ മതിരാക്ഷരീ മന്ത്രം ചൊല്ലിയില്ലെന്നേ വരെ മരണം മരണമെന്നെപ്പോഴും മന്ത്രിക്കും മതമാ മനുഷ്യൻ്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയി എന്ന്. മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരും ഈ മധുരാക്ഷരീ മന്ത്രം ഇതുവരെ ചൊല്ലിയില്ല, പറഞ്ഞിട്ടേയില്ല. മരണമെന്നെപ്പോഴും മന്ത്രിക്കുന്ന മതം ഈ മനുഷ്യൻ്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയി എന്നാണ് വയലാർ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് എഴുതിയത്. മതങ്ങൾക്കെല്ലാം അപ്പുറത്താണ് മനുഷ്യനെന്നും മതങ്ങൾക്കെല്ലാം ഉപരിയായിട്ടുള്ള ഒന്നാണ് മാനവികത എന്നും ഈ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചപ്പോഴാണ് എല്ലാവർക്കും നടുക്കം ഉണ്ടായത്. അങ്ങനെയല്ല എന്നൊക്കെ ചിന്തിച്ചവരുണ്ട്. വ്യത്യാസം ചാതുർവർണ്ണ വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നിടത്ത് ചാതുർവർണ്ണ വ്യവസ്ഥയെല്ലാം ഉണ്ട്, ആ വ്യവസ്ഥയെല്ലാം അതിൻ്റെ രീതിയെല്ലാം ഉണ്ട് എന്ന് അംഗീകരിക്കുന്നവരായിരുന്നു മഹാഭൂരിപക്ഷം പേരും ഉണ്ടായിരുന്നെല്ലാം. അവിടെയാണ് ഗുരുദേവന് പോലും വന്നു ഭവിച്ച ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും ആഴവും പരപ്പും മനസ്സിലാക്കിയപ്പോഴാണ് നമ്മുടെ നാട്ടുകാരനായ TK മാധവൻ വൈക്കം സത്യാഗ്രഹത്തിന് മുൻകൈ എടുക്കുന്നതെല്ലാം. TK മാധവൻ പോയി ഗാന്ധിജിയെ പോയി കണ്ടല്ല അനുഗ്രഹം വാങ്ങിക്കുന്ന അവസരത്തിൽ അന്ന് ഒരു പാർട്ടി മെമ്പർഷിപ്പ് ഒന്നും ഉള്ള ആളല്ല, അന്നൊന്നും കോൺഗ്രസിൽ പോലും ചേർന്നിട്ടില്ല. പിന്നീട് അദ്ദേഹം കോൺഗ്രസിൻ്റെ രംഗത്തേക്കല്ല എത്തുന്നതെല്ലാം. TK മാധവൻ പോയി കണ്ട് ഗാന്ധിജി അടക്കമുള്ളവരെ കണ്ടിട്ട് വൈക്കത്തേക്ക് വരുമ്പോൾ അതിൻ്റെ എല്ലാം അങ്ങനെ എത്തുന്നതിനുള്ള കാരണമായി തീർന്നത് നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരുന്ന കൊടിയ ദുരിതങ്ങളെല്ലാമായിരുന്നു. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എന്നിങ്ങനെ നാലായി തിരിച്ചിരിക്കുകയാണ്. 4 കൂട്ടർ മാത്രമല്ല, ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്, അതിൻ്റെ താഴെയുള്ളവരെല്ലാം ഉണ്ട്. പഞ്ചമരുണ്ട് വേറെ, 5ാമത്തെ ആൾക്കാർ വേറെ നിൽക്കുകയാണ്. അവരെക്കുറിച്ച് ആരും പറഞ്ഞിട്ടേ ഇല്ല. ഈ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ നമ്മളെപ്പോഴും പറയാറില്ലേ, ഇതെല്ലാം ഈ 5ാമത്തെ വരുന്നതാണല്ലോ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണരും ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയരും തുടയിൽ നിന്ന് വൈശ്യരും പാദങ്ങളിൽ നിന്ന് ശൂദ്രരും ഉണ്ടായി എന്നാണ്. അതിനെക്കുറിച്ച് ഇന്നിപ്പം തമിഴ്നാട്ടിൽ ഇന്ന് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവർ ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വാർഷിക പരിപാടി നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ എല്ലാം അവർ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം പോകുന്നു എല്ലാം ഉണ്ട്. അപ്പോൾ EV രാമസ്വാമി നായ്ക്കർ എന്ന മനുഷ്യനോട് ചോദിച്ചു, ഈ 4 കൂട്ടരെ സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ്,
ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണരെയും വഹുക്കളിൽ നിന്ന് ക്ഷത്രിയരെയും തുടയിൽ നിന്ന് വൈശ്യരെയും പാദങ്ങളിൽ നിന്ന് ശൂദ്രരെയും സൃഷ്ടിച്ചു. അപ്പോൾ ഈ ബാക്കിയുള്ളവരെല്ലാം പിന്നെ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ EV രാമസ്വാമി നായ്ക്കർ പറഞ്ഞു ബാക്കിയുള്ളവരെല്ലാം തന്തയ്ക്കുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് കേരളീയ നവോത്ഥാനത്തെ വല്ലാണ്ട് ത്രസിപ്പിച്ച ചില വാക്കുകളായിരുന്നു അതെല്ലാം. ഇത് ഈ പഞ്ചമർ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പ്രവർത്തനങ്ങളും പോരാട്ടങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടും ശിവഗിരിയിൽ നിന്ന് പ്രത്യേകമായി സാമ്പത്തിക സഹായം ഉൾപ്പെടെ കൊടുത്ത് സന്യാസിമാരെ വീടാന്തരം ഇറങ്ങി നടന്ന് കുണ്ടിക പിരിവ് നടത്തി ആ പിരിവിൻ്റെ പൈസ കൊണ്ട് കൊടുത്ത ആളിൻ്റെ പേരാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ മതങ്ങൾക്കും ജാതിക്കും അപ്പുറത്തേക്കുള്ള ഒരു മനുഷ്യനെയാണ്, മാനവികതയാണ് ഗുരുദേവൻ അവിടെ എല്ലാം ഉയർത്തിപ്പിടിച്ചത്. അന്ധവിശ്വാസങ്ങളാൽ ബന്ധിതമായിരുന്ന ഒരു ലോകമൊന്നും കാലമൊന്നും വെറുതെ പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ ചെങ്ങന്നൂരിൽ ഗുരുദേവനുടെ വീട്ടിൽ ഒരു അവസരം ഉത്സവം നടക്കുകയാണ്, വലിയ പ്രശ്നം ഇതെല്ലാമാണ്. അപ്പോൾ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി വന്നു. വെളിച്ചപ്പാട് തുള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാമല്ലോ. വെളിച്ചപ്പാട് ഇപ്പം അധികം കാണാനില്ലെങ്കിലും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി വരുന്ന അവസരത്തിൽ തുള്ളുന്നത് രാഘവനാണെങ്കിലും രാഘവൻ തുള്ളുന്നു എന്ന് ആരും പറയില്ല, കാവിലെ ദേവി തുള്ളുന്നു അല്ലെങ്കിൽ ഭഗവാൻ തുള്ളുന്നു എന്നേ പറയുള്ളൂ. അങ്ങനെ വെളിച്ചപ്പാട് തുള്ളി ഉറഞ്ഞു വന്നപ്പോൾ എല്ലാവരും ഭക്ത്യാദരപൂർവ്വം ഇങ്ങനെ കൈകൾ കൂപ്പി വണങ്ങി മന്ത്രങ്ങൾ ഒഴിവിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വെളിച്ചപ്പാട് നോക്കിയപ്പോൾ ഒരാൾ മാത്രം യാതൊരു ഭക്തിയുമില്ല, യാതൊരു കൂസലുമില്ലാതെ നിൽക്കുന്നതായി കണ്ടു. ഈ ആളിൻ്റെ മുമ്പിലേക്ക് വന്ന് വെളിച്ചപ്പാട് വീണ്ടും ഉറഞ്ഞു തുള്ളി. എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉച്ചത്തിലായി. പക്ഷേ ഈ മനുഷ്യൻ മാത്രം ഒരു ഭാവഭേദവും ഇല്ലാതെ ഭാവമാറ്റവും ഇല്ലാതെ നിൽക്കുന്ന ആൾ വേറെ ആരുമായിരുന്നില്ല, സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനായിരുന്നു. ഈ വന്ന വെളിച്ചപ്പാടിൽ വിടാൻ പറ്റുമോ? വെളിച്ചപ്പാടിനെ ബാക്കി എല്ലാവരും ആദരപൂർവ്വം കാണുകയാണ്. വീണ്ടും ശക്തിയോടുകൂടി ഉറഞ്ഞു തുള്ളി വന്ന് ഗുരുദേവൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഈ വെളിച്ചപ്പാട് ചോദിച്ചു, അത്ഭുതം വല്ലതും കാണണോ എന്ന്. ഞെട്ടിത്തരിച്ചു പോയി. അവിടെ കൂടിയിരുന്ന എല്ലാവരും ചോദിക്കുന്നത് ഭഗവാനാണല്ലോ, ദേവിയാണ് ചോദിക്കുന്നതെല്ലാം. അത്ഭുതം കാണണമെന്ന് ചോദിച്ചാൽ വസൂരി വാരി വിതറാൻ കഴിവുള്ള ദൈവമാണ് ചോദിക്കുന്നത്. ഉടൻ തന്നെ അടിച്ചു വീഴ്ത്താൻ കഴിയുന്ന ദൈവമാണ്. നമ്മൾ പിന്നെല്ലാവരും മാടനടിക്കുക എന്നൊക്കെ പറഞ്ഞാണ് അന്നെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പണ്ട് അറ്റാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ കരുത്തുള്ള ദൈവമാണ് ചോദിക്കുന്നത്. അത്ഭുതം വല്ലതും കാണണോ എന്ന് ചോദിച്ചാൽ, ആ അത്ഭുതം കാണണമെന്ന് ചോദിച്ചാൽ അവിടെ കൂടിയ മുഴുവൻ പേർക്കും മനസ്സിലായി ഒരു ദുരന്തം ഉണ്ടാവാൻ പോകുന്നു, എന്ത് വേണമെങ്കിലും ദൈവം ഇപ്പം ചെയ്യും, ദൈവം കോപിച്ചിരിക്കുന്നു എന്ന്. ബാക്കിയുള്ളവർ മുഴുവൻ വറച്ചു നിൽക്കുന്ന അവസരത്തിൽ ഒരു ഭാവമാറ്റവും ഇല്ലാതെ ശ്രീനാരായണ ഗുരുദേവൻ ഈ വെളിച്ചപ്പാടിനോട് പറഞ്ഞു, കണ്ടാ കൊള്ളാവുന്നുണ്ട്. അത്ഭുതം വല്ലതും കാണണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടാ കൊള്ളാവുന്നുണ്ട്. അങ്ങയുടെ വായിലൊരു 4 പല്ല് വന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു എന്ന് പറയും. വായിലൊരു പല്ല് പോലും ഇല്ലാത്ത വെളിച്ചപ്പാടാണ് ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഗുരുദേവൻ ചോദിക്കുകയാണ്, ഇത് പറയാൻ ഈ 2023 നിങ്ങളെ കൊണ്ട് കഴിയുമോ? നമ്മളെ കൊണ്ട് ഞാൻ പറഞ്ഞാൽ അടുത്ത ദിവസം ഹർത്താൽ നടക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായ മന്ത്രിക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കാൻ എന്താണ് മാർഗവും കൊണ്ട് തമ്പിയും കൂടെ ഇറങ്ങും, മുഴുവൻ പേരും ഇറങ്ങും. ഇത് ഗുരുദേവൻ ചോദിക്കുകയാണ്. ചെങ്ങന്ന് ചോദിച്ചു, വെളിച്ചപ്പാട് പോയ വഴിക്ക് പുല്ല് കളിച്ചില്ല, വെളിച്ചപ്പാട് ഓട്ടോ ഓടി. ഇത് ഗുരുദേവൻ ഒരിടത്ത് മാത്രമല്ല, പറവൂരിൽ ഡോക്ടർ ഇ കെ മാധവൻ്റെ വീട്ടിൽ ചെല്ലുമ്പം ആ വീട്ടുകാർക്ക് അതെല്ലാം വീട് പുതുക്കി പണിയണം. വീട് പുതുക്കി പണിയുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്, അവിടെ കുറേ വിഗ്രഹങ്ങളെല്ലാം ഉണ്ട്, എന്ത് ചെയ്യണം, ആകെ പ്രശ്നമാണ്. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, എല്ലാം കൂടെ എടുത്ത് വെച്ച് കെട്ടിക്കോ, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. ഗുരുദേവൻ ആ വീട്ടിൽ നിന്ന് പോരുന്ന വഴിക്ക് ഇതെല്ലാം കൂടി വിഗ്രഹങ്ങളെല്ലാം കൂടി ഒരു ചാക്കിനകത്ത് കെട്ടി, ഡോക്ടർ ഇ കെ മാധവൻ്റെ വീട്ടിൽ നിന്ന് ഇതെല്ലാം കൂടി ഒരു ചാക്കിനകത്ത് കെട്ടിയിട്ട് വള്ളത്തിൽ എടുത്തു വെപ്പിച്ചു. ഇങ്ങനെ പോരുന്ന വഴിക്ക് നടുക്കെത്തിയപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, എല്ലാം ആറ്റിലേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു. മൊത്തം വെള്ളത്തിലേക്ക് ഇട്ടു. ശൂലവും വാളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടുവന്നൊരു കൊല്ലനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ആലുവ അദ്വൈത ആശ്രമത്തിൽ കുറേ കറിക്കത്തി ഉണ്ടാക്കി അവിടെ കൊണ്ട് തരണമെന്ന് പറഞ്ഞു. എത്ര ഹർത്താൽ നടക്കുമായിരുന്നു നിങ്ങൾ എന്ന് ചോദിക്കും. ഒരു വിഗ്രഹത്തിന് 10 ഹർത്താൽ ചെന്ന് നടക്കും. ഞാൻ ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ വെറുതെ ഒരു തമാശയായിട്ട് പറഞ്ഞതല്ല. ആയിരക്കണക്കിന് ഹർത്താൽ നടത്താനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചെന്ന് വെറുതെ പറഞ്ഞു. അത്ര വലിയ മാറ്റം നടത്തി ഇവിടെ എല്ലാം. ഇതെല്ലാം ഗുരുദേവന് ചെയ്തു. ഒരു തരത്തിലും അവിടെയെല്ലാം ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ചത് ഞാനിതാ വിഗ്രഹങ്ങൾ എടുത്തെറിയുന്നു സ്ഥാപിക്കാനായിരുന്നില്ല, ഇതിനെല്ലാം ഉപരിയായി മനുഷ്യനുണ്ട്, മാനവികതയുണ്ട് എന്നായിരുന്നു. അവിടെ ജനനീ നവരത്ന മഞ്ജരിക്കാത്ത ഗുരുദേവനുണ്ട്. മീനായതും ഭവതി മാനായതും ജനനി നീനാകവും നരകവും. കേട്ടില്ലേ? എല്ലാം നീയാണെന്ന് പറയാമല്ലോ. എല്ലാം നീയാണ്. മീനും നീയാണ്, മാനും നീയാണ്, സകലതും നീയാണെന്നാ. എല്ലാത്തിലും ദൈവം ഉണ്ടെന്നാ. പിന്നെങ്ങനെ നമുക്ക് ഹിന്ദുവും മുസ്ലിമും പറഞ്ഞ് നിൽക്കാൻ പറ്റുക? പിന്നെങ്ങനെയാണ് ജോൺ തോമസും ഞാനും തമ്മിൽ വ്യത്യാസമെന്ന് പറയാൻ പറ്റുക? മീനായതും ഭവതി മാനായതും ജനനി നീനാകവും നഖകം എന്ന് പറയുകയാണ്. ആനയും പശുവും സകലതും നീയാണെന്നാണ് പറഞ്ഞിരിക്കുന്നതെല്ലാം.
നിങ്ങൾ ആ ജനനീ നവരത്ന മഞ്ജരി ഒന്ന് നോക്കണം. അതിൻ്റെ ആ വരികളും അതിനകത്ത് ഉപയോഗിക്കുന്ന അക്ഷരങ്ങളും, ആ അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നതും ആധുനിക കാലത്തൊരു കവിയെ കൊണ്ട് എഴുതാൻ പ്രയാസമുള്ള കാര്യമാണ്. ഗുരുദേവൻ ആ ജനനീ നവരത്ന മഞ്ജരി, എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ള ഒന്നാണ് ഈ ജനനീ നവരത്ന മഞ്ജരി. അതിൻ്റെ വരികൾ, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആഴം എത്രമേൽ പറഞ്ഞു. അത്ഭുതം കൊണ്ട് വിടരുമെന്ന് വെറുതെ പറഞ്ഞ ഒരു കാര്യമല്ലേ അല്ല. ഇതൊക്കെയാണ് ഗുരുദേവൻ ചെയ്തതെല്ലാം. ഗുരുദേവൻ്റെ മുമ്പിൽ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം വേറെ ഏതെങ്കിലും തരത്തിൽ കാണുന്ന തരത്തിലേക്ക് ആയിരുന്നില്ല. ഗുരുദേവൻ എത്ര പേരെ ആകർഷിച്ചു. ഏണസ്റ്റ് കാർക്ക് എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷുകാരനുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരൻ ഇങ്ങനെ പലയിടത്തും പോയി. അദ്ദേഹം ഇന്ത്യയിൽ വന്നു. ഇന്ത്യൻ പൈതൃകത്തെക്കുറിച്ചും ഭാരതീയ പാരമ്പര്യത്തെക്കുറിച്ചും എല്ലാം ആഴത്തിൽ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം വളർന്ന ബ്രിട്ടനിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കി. വീണ്ടും വീണ്ടും അദ്ദേഹം വന്നു. തെക്കേ അറ്റത്തേക്ക് വന്നപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ എന്നൊരാളുണ്ടെന്ന് മനസ്സിലാക്കി. ഗുരുദേവനെ കണ്ടു. ഗുരുദേവനെ കണ്ടപ്പോഴത്തേക്ക് ബാക്കി കണ്ടതെല്ലാം പോയി. ഇനി ഇവിടെ തന്നെ എന്ന് തീരുമാനിച്ചു. അദ്ദേഹം ഗുരുദേവൻ്റെ ശിഷ്യനായി. സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു. എല്ലാം ചടങ്ങുകളെല്ലാം ഇതായി. സന്യാസ ദീക്ഷ കൊടുക്കുകയാണ്. സന്യാസ ദീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ സന്യാസിയാവാൻ തീരുമാനിച്ചാൽ അതുവരെയുള്ള പേരെല്ലാം മാറും കേട്ടോ. അങ്ങനെയാണ് ഈ പല സ്വാമിമാരുടെയും പേരുകൾക്ക് പൂർവാശ്രമം. പൂർവാശ്രമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ പഴയ കാലത്ത് ആളാണ്, അല്ലെങ്കിൽ ഈ സന്യാസിയാവുന്നതിന് മുമ്പുള്ള കാലമാണ്. അപ്പോൾ ആ സന്യാസ ദീക്ഷ സ്വീകരിക്കാൻ ഏതെങ്കിലും പ്രധാനപ്പെട്ട നദികളിലോ വല്ലതും മുങ്ങി നിവർന്നു വരുന്ന അവസരത്തിലാണ് വസ്ത്രവും പേരും കൊടുത്ത് പുതിയ ഇതിലേക്ക് വരുന്നതല്ല. അപ്പോൾ അങ്ങനെ ഏണസ്റ്റ് കർക്ക് കുളിച്ച് തലമുണ്ടനവും ചെയ്ത് വിരാഹ ഹോമവും നടത്തിയിട്ട് അദ്ദേഹത്തിന് കാഷായ വസ്ത്രം കൊടുത്ത് അദ്ദേഹത്തെ ഈ തരത്തിൽ സന്യാസിയാക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. കുളിച്ച് റെഡിയായി വരുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഈ ഏണസ്റ്റ് കർക്കെന്ന് പറയുന്ന സായിപ്പിന് കൊടുത്തത് ഒരു ജോഡി കോട്ടും സ്യൂട്ടും ടൈയുമാണ്. ലോകത്താരെങ്കിലും ഒരു സന്യാസിക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. നിത്യചൈതന്യ യതി എഴുതുന്നുണ്ട്, മരിക്കുന്നത് വരെയും ഏണസ്റ്റ് കർക്കിനെ കാണുന്നത് അങ്ങനെയാണ്. ഗുരുദേവൻ കൊടുക്കുകയാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിലല്ല എന്ന് ഒരു നൂറ്റാണ്ടപ്പുറത്ത് കേരളത്തിൽ നിന്ന് ഉറക്കെ പറഞ്ഞ ആളിൻ്റെ പേരാണ്. അത് പറയാൻ വേണ്ടി നോക്കല്ല, അദ്ദേഹം കോട്ടും ടൈയും കൊടുത്തിട്ടാണ്. ആ കോട്ടും സ്യൂട്ടും ടൈയും കൊടുത്തിട്ട് ഇതാണ് സന്യാസം ത്യാഗം എന്നുള്ളതാണ്. സന്യാസത്തിൻ്റെ അർത്ഥം ആ ത്യജിക്കുക, ഒരു ത്യാഗപൂർണമായ ഇതിനെ അവതരിപ്പിക്കുക. അതിനകത്ത് ഞാൻ ധരിക്കുന്ന വസ്ത്രമല്ല എന്നെ സന്യാസിയായി അവതരിപ്പിക്കുന്നത്. നമ്മൾ വേറൊരാളിൽ നിന്ന് വ്യത്യസ്തമായി കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനല്ല ഗുരുദേവൻ പറഞ്ഞു ഒന്നും. ഗുരുദേവൻ്റെ ചിന്ത അങ്ങനെയായിരുന്നു. ഇതാണ് ഗുരുദേവൻ നമ്മുടെ മുമ്പിൽ ഏറ്റവും മനോഹരമായ രീതികളല്ല. എല്ലാ കാലത്തേക്കും ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് എന്ന് പറയുന്നതായിരുന്നു. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ കാഷായ ഒന്നുമാണ് എന്ന് അദ്ദേഹം കരുതുകയായിരുന്നില്ല ചെയ്തതെല്ലാം. ഇവിടെ മനുഷ്യനും മാനവികതയുമാണ് എന്ന് പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ്റെ 64ാമത്തെ പിറന്നാൾ അവസരത്തിലാണ് സഹോദരൻ മാസികയുടെ മൂന്നാം പിറന്നാളാണ്. സഹോദരൻ മാസികയുടെ 3ാം പിറന്നാളും സ്വാമിയുടെ 64ാം പിറന്നാളുമാണ്. ആ പിറന്നാൾ അവസരത്തിലാണ് ജാതി നിർണയം എന്നൊരു കവിത എഴുതി കൊടുക്കുന്ന അതിനകത്തേക്ക് വീണ്ടും. അതിനകത്താണ് പറഞ്ഞത്, മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്രം ഗവാം യഥ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കോപിന. ഇത് കഴിഞ്ഞിട്ടാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്രം ഗവാം യഥ. മനുഷ്യന്മാർക്ക് മനുഷ്യത്വമാണ് എന്തറിയോ, പശുവിന് പശുത്വം പോലെ മനുഷ്യന്മാർക്ക് മനുഷ്യത്വമാണ് ജാതി എന്ന് പറഞ്ഞത്. ന ബ്രാഹ്മണാതിരസ്യൈവം, ബ്രാഹ്മണരാതിയായവരില്ല തന്നെ. ഹാ തത്വം വേത്തി കോപിന, ഹാ കഷ്ടം, ഈ യാഥാർത്ഥ്യമാരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന്. ഇത് പറഞ്ഞിട്ടാണ് ഗുരുദേവൻ പറയുന്നത് ഒരു ജാതി ഒരു മതം. ഒരു അസാമാന്യ സംസ്കൃത പാണ്ഡിത്യം ഉണ്ടായിരുന്ന ആളായിരുന്നു ഗുരുദേവൻ. അതുകൊണ്ടാണ് മനുഷ്യാണാം മനുഷ്യത്വം എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങുന്നതെല്ലാം. ഇത് നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളെ ഇങ്ങനെയെല്ലാം അവതരിപ്പിച്ച, യാഥാർത്ഥ്യമാക്കി തീർത്ത കൂടി അനേകായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അവിടെ വർക്കലയിൽ ശിവഗിരി മഠത്തിൽ ശാരദാദേവിയുടെ പ്രതിഷ്ഠ അവിടെ ഉണ്ടാകുന്നു. ആ പ്രതിഷ്ഠ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ചേർത്തലേതാണ് 328 രൂപ. അന്നത്തെ 328 രൂപയാണെന്ന് ആലോചിച്ചു. ഇന്നത്തെ എത്ര കൊല്ലം മുമ്പുള്ളതാണ് നിങ്ങൾ ആലോചിക്കണം. അന്ന് അവിടെ നിന്ന് അത് കാണിക്കയായിട്ട് കൊടുക്കുന്നതെല്ലാം. ഇതാണ് ആ ശാരദാ മഠത്തിൽ. ശാരദാദേവി സരസ്വതി ദേവിയാണ്, വിദ്യാഭ്യാസത്തിൻ്റെ ദേവതയാണ് സരസ്വതി. അതുകൊണ്ടാണ് വൈകുന്നേരം ഈ നാമം ജപിക്കുന്ന വീടുകളെല്ലാം കുഞ്ഞുങ്ങളെ കൊണ്ട് നാവിൽ വന്ന് വിളയാടുക നീ സരസ്വതി എന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ ചൊല്ലിക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ദേവതയായ സരസ്വതി ദേവിയെ അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ ഗുരുദേവൻ പറഞ്ഞത് മുറ തെറ്റാതെ പൂജ നടത്തണമെന്നല്ല, എല്ലാ ദിവസവും അവിടെ ഇങ്ങനെ ദീപങ്ങൾ തെളിയിക്കണമെന്നല്ല, അതൊന്നും വേണ്ടതില്ല എന്ന് ഗുരുദേവൻ പറഞ്ഞു.
വിദ്യാഭ്യാസത്തിൻ്റെ പരമപ്രാധാന്യത്തെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതായിരുന്നു ആ ശാരദാദേവിയുടെ പ്രതിഷ്ഠ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജനനീ നവരത്ന മഞ്ജരി എഴുതിയതെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. മീനായതും ഭവതി മാനായതും ജനനി. അതിനകത്തൊരു ഒരു വരി മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിമനോഹരമാണതെല്ലാം. അത് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം എഴുതുന്നതാണ്. അതിൻ്റെ തറക്കല്ലിടിയിൽ എഴുതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയതൊക്കെ ഞാൻ പറഞ്ഞത് വീണ്ടും അത്ഭുതമാണ്. ഇപ്പോൾ പറഞ്ഞു പോയാൽ ഞാനിങ്ങനെ 7 മണിക്ക് നിർത്താൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നതല്ലാണ്. ഇനിയില്ലേ എന്തായില്ലേ വെറുതെ ഇരുന്ന് ചവച്ചുകൊണ്ടിരുന്ന അമ്മൂമ്മമാരുടെ വായിൽ അവലിട്ട് കൊടുത്തതിൻ്റെ അവസ്ഥ പോലാണ് ഈ രാഷ്ട്രീയക്കാർക്കെല്ലാം ഉള്ള പ്രശ്നം. അതാണ് നിർത്താൻ തുടങ്ങിക്കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ വന്നിങ്ങനെ നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് വന്നു കയറുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ശാരദാമഠത്തിൻ്റെ ഇതെല്ലാം വരുന്ന അവസരത്തിൽ ഗുരുദേവൻ അവിടെ ചെയ്ത മറ്റൊരു കാര്യം നിങ്ങൾക്കറിയോ? സ്പോർട്സ് മത്സരം സംഘടിപ്പിച്ചുള്ളതാണ്. നിങ്ങൾക്ക് ഇന്നൊരു അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയുടെ അനുസരിച്ച് ഒരു മത്സരം നടത്താൻ പറ്റുമോ? സ്പോർട്സ് മത്സരം ഒരു ക്ഷേത്രത്തിൽ നാടകം നടത്തുന്ന വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്രത്തിൽ എത്ര വിവാദം ഉണ്ടാകുന്ന തരത്തിൽ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് സ്പോർട്സ് മത്സരം നടത്താൻ ഈ കേരളത്തിൽ അതിന് ശേഷവും അതിന് മുമ്പും ഒരാളും തയ്യാറായിട്ടുള്ള ഒരേ ഒരാളിൻ്റെ പേരേ ഉള്ളൂ, ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഗുരുദേവനെ കുറിച്ചുണ്ട്. ഒരു കടൽ പോലെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹം എഴുതി വെച്ച അദ്ദേഹം പ്രചരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ദർശനവും അദ്ദേഹത്തിൻ്റെ ചിന്തകളും എല്ലാം എന്ന് പറയുന്നത്. ഇതെല്ലാം ഉള്ളിൽ പേറുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു വൈദ്യുത കാന്തിക പ്രസരണത്താൽ എന്ന പോലെ നമുക്ക് അതിലേക്ക് നന്നായി ആകർഷിക്കപ്പെടും. എല്ലാ കാലവും ഇവിടെ നിന്ന് തലമുറകൾ കൈമാറി നങ്ങ്യാറുളങ്ങരയിൽ നിന്ന് ഇത്തരത്തിൽ പീതാംബര വസ്ത്രധാരികളായി അവിടങ്ങളിലേക്ക് പോകുന്നവർ ഉണ്ടാവട്ടെ. അനേകായിരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കേന്ദ്രമായി അത് മാറുന്നത് ഈ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ്. ശിവഗിരി അല്ലെങ്കിൽ ഗുരുദേവൻ എന്നുള്ളത് ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ ആൾ അല്ല. നമുക്ക് വരുന്ന ഏറ്റവും വലുതാണ്. അപ്പോൾ ഉടനെ എല്ലാവരും പറയും ഗുരുദേവൻ മറ്റൊരു ജാതിക്കാരുടെ അല്ലേ എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ചിന്തകളാണ് പലപ്പോഴും വന്നു കയറുന്നത്. ഗുരുദേവൻ ഇതിനെല്ലാം ഉപരിയായി എല്ലാം അപ്പുറത്തേക്ക് നിന്ന ഏറ്റവും വലിയ, ഞാൻ പറഞ്ഞ ഒരു വിശ്വമാനവൻ അപ്പുറത്തേക്ക് എന്ന് പറയാൻ കഴിയുമോ? അത് പറയാം. അതുകൊണ്ടാണ് ഗുരുവിന് ദൈവം എന്ന് തന്നെ കുമാരനാശാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതിലേക്ക് എത്തിയത്. അത് നമ്മുടെ എല്ലാം ഉള്ളിൽ ആ ചിന്ത ഉണ്ടാവട്ടെ. ഗുരുദേവ ദർശനം നമ്മളെല്ലായ്പ്പോഴും നയിക്കട്ടെ. ഏതു പ്രതിസന്ധിന് മുമ്പിലും തളരാതെയും പതറാതെയും നിൽക്കുന്നതിനും നമ്മുടെ നാട് പ്രശ്നങ്ങളുടെ സങ്കീർണതകളിലേക്ക് പോകാതിരിക്കുന്നതിനും ഒറ്റ ഔഷധം മാത്രമേ ഉള്ളൂ. കോവിഡ് ഉണ്ടായപ്പോൾ എവിടെ മരുന്ന് എന്ന് നമ്മൾ പരതി നടന്നില്ലേ? ഉടനെങ്ങാനും മരുന്ന് കിട്ടുമോ എന്ന് നമ്മൾ എന്തൊരു ജാഗ്രതയോടുകൂടി നമ്മൾ നിൽക്കുകയായിരുന്നു. എല്ലാ ദിവസവും നമ്മൾ നോക്കുന്നത് വാക്സിൻ കണ്ടുപിടിച്ചോ, എപ്പോഴത്തേക്ക് എത്തും, എന്തൊരു ക്യൂവും എല്ലാമായിരുന്നു. നമ്മുടെ സമൂഹത്തെ വല്ലാണ്ട് ഒരുപാട് രോഗങ്ങൾ കാർന്നു തിന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മതത്തിൻ്റെ പേരിൽ മേണിനടിക്കൽ മാത്രമല്ല, എൻ്റെ മതമാണ് ഏറ്റവും കേവലമെന്നും നിൻ്റെ മതം മോശമാണെന്നുമുള്ളത് ഇന്നും നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മണിപ്പൂരിൽ നമുക്ക് കൂട്ടത്തോടുകൂടി മൃതദേഹങ്ങൾ അടക്കം ചെയ്യേണ്ടുന്ന ഗതികേടിലേക്കെല്ലാം എത്തിച്ചേരുന്നതെല്ലാം. ഇപ്പോഴും ചെന്തി ആളിക്കത്തിക്കൊണ്ടേയിരിക്കുന്ന മണിപ്പൂരുകൾ ലോകത്തെവിടെയോ അല്ല, ഇന്ത്യയിൽ തന്നെയാണ്. നമുക്ക് നോക്കൂ, നമുക്കെല്ലാം ഒറ്റ പ്രത്യൗഷധം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ളവർ പ്രസരിപ്പിച്ച ചിന്തകൾ പേറാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചെന്തിയെല്ലാം കെടുത്താൻ നമുക്ക് കഴിയും. മനുഷ്യൻ എന്നതിലേക്ക് മാനവികതയൊക്കെ നാം എല്ലാം ഉയർന്നു പൊന്തണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഉപകരിക്കുന്നത് ഇതുമാത്രമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ എല്ലാം ഗ്രസിച്ചിരിക്കുന്ന രോഗത്തിനുള്ള ദിവ്യ ഔഷധമാണ് ഗുരുദേവ ചിന്തകൾ എന്ന് പറയുന്നത്. അത് നമ്മൾ കൃത്യമായ എന്നവണ്ണം ഉപയോഗിക്കാനും വിനിയോഗിക്കാനും തയ്യാറായാൽ അന്ധകാരത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ലോകത്തെ, നമ്മുടെ നാടിനെ പ്രകാശപൂരിതമായൊരിടത്തേക്ക് എത്തിക്കാൻ തന്നെ കഴിയും. ചേപ്പാട് SNDP യൂണിയൻ ഇത്തരത്തിൽ ഒരു ശിവഗിരി തീർത്ഥാടന പദയാത്ര സംഘടിപ്പിക്കുന്നതിൽ സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ചേപ്പാട് യൂണിയൻ പ്രസിഡന്റ് ശ്രീ സലിം സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി.